ഹലോ കൂട്ടുകാരെ, 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3ാം ചാപ്റ്റർ സമാന്തര വരകൾ പാരലൽ ലൈൻസ്, അതിൽ മധ്യഭാഗം എന്ന ഭാഗത്തിലെ പേജ് 53-ലെ 1ാമത്തെ ചോദ്യം നോക്കാം. ചിത്രത്തിൽ ഒരു ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് മറ്റൊരു ത്രികോണം വരച്ചിരിക്കുന്നു. വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ എത്ര മടങ്ങാണ്? പരപ്പളവ്. In the picture, the midpoints of a triangle are joined to form a smaller triangle inside. How many times the perimeter of the small triangle is the perimeter of the large triangle? What about their areas? അപ്പോൾ ഈ ചിത്രത്തിൽ വലിയൊരു ത്രികോണം തന്നിട്ടുണ്ട്, നീല നിറത്തിൽ. അതിൻ്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ചെറിയ ത്രികോണമാണ് DEF. അപ്പോൾ ഈ വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ എത്ര മടങ്ങാണെന്ന് കണ്ടുപിടിക്കണം. കൂടാതെ വലിയ ത്രികോണത്തിൻ്റെ പരപ്പളവും ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവും തമ്മിലുള്ള ബന്ധവും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ചിത്രത്തിൽ തന്നിരിക്കുന്ന ത്രികോണങ്ങൾക്ക് പേര് നൽകി. ഇനി വലിയ ത്രികോണത്തെ ത്രികോണം ABC എന്നും ചെറിയ ത്രികോണത്തെ DEF എന്നും കരുതുക. വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് ഉണ്ടാക്കിയ ഉള്ളിലെ ചെറിയ ത്രികോണമാണ് ത്രികോണം DEF. Let the large triangle be triangle ABC and the smaller inner triangle formed by joining the midpoints are triangle DEF. ഇനി സ്റ്റെപ്പ് 1. ആദ്യം നമ്മൾ ചുറ്റളവുകൾ തമ്മിലുള്ള താരതമ്യമാണ് നോക്കാൻ പോകുന്നത്, അതായത് പെരിമീറ്റർ കമ്പാരിസൺ. അപ്പോൾ നമുക്കറിയാം, ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിൻ്റെ പകുതിയായിരിക്കും. The line segment joining the midpoints of two sides of a triangle is half the length of the third side. ഇതിനെ നമുക്ക് മധ്യബിന്ദു സിദ്ധാന്തം എന്നും പറയാം. അപ്പോൾ അതനുസരിച്ച് ഇവിടെ എന്താണ്? DE മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച വരയാണ്. അത് BCയുടെ പകുതിയായിരിക്കും. അതേപോലെ EF ABയുടെ പകുതി, DF ACയുടെ പകുതി. കാരണം ത്രികോണത്തിലെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചുണ്ടാവുന്ന വര മൂന്നാമത്തെ വശത്തിൻ്റെ പകുതിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്തായിരിക്കും? മൂന്ന് വശങ്ങൾ കൂട്ടണം, DE പ്ലസ് EF പ്ലസ് DF. അതെന്ന് പറഞ്ഞാൽ എന്താണ്? അര BC പ്ലസ് അര AB പ്ലസ് അര AC. ഇതിലെല്ലാവരും അര പൊതുവായുള്ളത് കൊണ്ട് 1/2 ഇൻറ്റു AB പ്ലസ് BC പ്ലസ് AC എന്ന് എഴുതാം. ഇനി ചിത്രത്തിലെ വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എത്രയാണ്?
എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. ഓക്കെ, അപ്പോൾ ചെറിയ ത്രികോണത്തിൻ്റെത് എന്തായിരുന്നു? അര ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. വലിയ ത്രികോണത്തിന്റെ ചുറ്റളവ് എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. ഇതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? വലിയ ത്രികോണത്തിന്റെ ചുറ്റളവ് ചെറിയ ത്രികോണത്തിന്റെ ചുറ്റളവിന്റെ 2 മടങ്ങാണെന്ന് കിട്ടും. Therefore, the perimeter of the large triangle is 2 times the perimeter of the small triangle. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? വലിയ ത്രികോണവും ചെറിയ ത്രികോണവും തമ്മിലുള്ള പരപ്പളവുകളുടെ ബന്ധം, അതായത് ഏരിയ തമ്മിലുള്ള ബന്ധം കാണണം. അപ്പോ കൂട്ടുകാരെ, ഈ മധ്യബിന്ദുക്കൾ അതായത് മിഡ് പോയിന്റ്സ് കൂട്ടിച്ചേർത്ത് ഒരു ത്രികോണം വരച്ചാൽ നമ്മുടെ വലിയ ത്രികോണം എന്തായി മാറും? ഇവിടെ നോക്കൂ, ചിത്രത്തില് 1 2 3 4 4 ത്രികോണങ്ങളായി മാറുന്നുണ്ട്. ഓക്കെ, വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുമ്പോൾ വലിയ ത്രികോണം തുല്യ പരപ്പുള്ള 4 ചെറിയ ത്രികോണങ്ങളായി വിഭജിക്കപ്പെടുന്നു. When the midpoints of the sides are joined, the large triangle is divided into 4 smaller triangles of equal area. അപ്പോൾ ഇതിൽ ഓരോ ത്രികോണത്തിൻ്റെയും പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്തായിരിക്കും? തുല്യമാണ്. അതായത് ഏരിയ ഓഫ് എ ഡി ഇ, മുകളിലെ ചെറിയ ത്രികോണം, സമം ഏരിയ ഓഫ് ഡി ബി എഫ്, താഴത്തെ ത്രികോണം, ഏരിയ ഓഫ് എഫ് ഇ സി സമം ഏരിയ ഓഫ് ഡി ഇ എഫ്. 4ഉം തുല്യമാണെന്ന് എഴുതി. അതായത് ചുറ്റളവുകൾ തുല്യമാണെന്ന് എഴുതാം. ഇനി വലിയ ത്രികോണത്തിന്റെ ആകെ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? ഇത് മൊത്തം ചേർന്നതാണ്. അതായത് ഈ 4 ചെറിയ ത്രികോണങ്ങളുടെ പരപ്പളവുകളുടെ ആകെ തുകയായിരിക്കും. The total area of large triangle equal to sum of the areas of these 4 small triangles. Okay. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരു ത്രികോണത്തിന്റെ 4 മടങ്ങാണ് വലിയ ത്രികോണത്തിന്റെ പരപ്പളവ്. ത്രികോണം എ ബി സിയുടെ പരപ്പളവ് 4 ഇൻറ്റു നമുക്കിതിലെ ഡി ഇ എഫ് എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് 4 times area of triangle DEF. Therefore, the area of large triangle is 4 times the area of the small triangle. അപ്പോൾ നമുക്ക് വലിയ ത്രികോണത്തിന്റെ പരപ്പളവ് ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ 4 മടങ്ങാണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.